അങ്ങനെ ചേട്ടൻ കുപ്പിക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ആളൊഴിഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോയി നോക്കിയാണ്. ഇതാണ് അവർ കളിക്കുന്ന സ്ഥലം, ഗ്രൗണ്ട്. അവിടെയെല്ലാം നോക്കി കിട്ടിയില്ല. പിന്നെ ഒരു വീടുണ്ട് അവിടെ ആരും താമസിക്കാറില്ല. അവിടെ നിന്ന് പോയി ഇപ്പോൾ കുറേ നല്ല നല്ല കുപ്പികൾ കിട്ടി. അതൊക്കെ ചേട്ടൻ നോക്കിയാണ്. 2-3 മതി. അത്യാവശ്യം നല്ല കാടാണ്, പാമ്പൊക്കെ കാണും. ഞാൻ പറഞ്ഞ് കൂടുതൽ കാട്ടിൻ്റെ അറ്റമൊന്നും പോകണ്ട എന്ന് പറഞ്ഞ്. അങ്ങനെ അവിടെയൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള കുപ്പികൾ കിട്ടി. അത് കൊണ്ടുവന്ന് നമ്മൾ വൃത്തിയാക്കിയെടുത്ത ശേഷമാണ് പെയിൻ്റൊക്കെ ചെയ്തത്. ഒരുപാട് ദൂരം പോയി കേട്ടോ കുപ്പി ഉറക്കാൻ. ഇവിടെ അടുത്തുള്ളതും ഇല്ല. അതുകൊണ്ട് ഏതോക്കരപ്പർ കാട്ടിൻ്റെ അറ്റൂടെ ചെന്ന് തിരയാണ് ആക്രിക്കാരന്മാർ നോക്കുമ്പോൾ. പാവം, ഞാനാണ് പറഞ്ഞു വിട്ടത്, പരക്കി കൊണ്ടുപോവാ ചേട്ടാ, വെറുതെ ഇരിക്കണം, ബോറടിക്കുമ്പോൾ എന്തെങ്കിലും പെയിൻ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് പോയത്. അങ്ങനെ കുപ്പി ഇറക്കിയിട്ട് വന്നപ്പോൾ നല്ല മഴ. അപ്പം ചേട്ടൻ വന്ന് മഴയത്തെടുത്തിടാം, ഒന്ന് ക്ലീനാക്കി എടുക്കാം എന്ന് വിചാരിച്ച് മഴയത്തെടുത്തിട്ട് കഴുകിയെടുത്തതിന് ശേഷം പെയിൻ്റ് അടിക്കാൻ നേരിച്ചു. അങ്ങനെ മഴയത്തെടുത്തിടാണ്. എന്നെ വീഡിയോ എടുക്കാൻ നിന്നാലും മഴ. എൻ്റെ സൗണ്ട് കുറച്ച് വ്യത്യാസം കാണും, അതെനിക്ക് വയ്യ. ജലദോഷമാകൊണ്ടാണ് സൗണ്ടിന് വ്യത്യാസം. അപ്പം ചേട്ടൻ ആൻറ്റിയെ വീട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നു. അതാണ് സൈഡിൽ കാണുന്നത്. പിന്നെ മറ്റേ മണി പ്ലാന്റിൻ്റെ വേറൊരു ചെടിയും കൂടെ കൊണ്ടുവന്നു. അത് ഇതിൻ്റെ അകത്ത് വയ്ക്കാമെന്നാണ് വിചാരിച്ചത്. ആൻറ്റീനെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ഇതിനേക്കാളും സൂപ്പർ കുപ്പി കൊണ്ടുവന്നു. അതിൽ പെയിൻറ്റിനെ അടിക്കും. അത് പിന്നെ കാണിക്കും ആ വീഡിയോ. കാരണം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചെറിയൊരു ബോട്ടിൽ പെയിൻ്റ് ആർട്ടോട്ടാണ്. ഈ കുപ്പിയെ നമ്മൾ പെയിൻ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും.
ചെയ്ത ബോട്ടിലാണിത്. അപ്പം കൊള്ളാമല്ല, സിമ്പിൾ, എത്ര സിമ്പിളാണെന്ന് നോക്കിയൊക്കെ. വെറും ഒരു ചെറിയ കുപ്പിയിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്ത്. ഇനി ഒരുപാട് ഇതേപോലെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.